മാരീച്ചൻ സിനിമ കണ്ടു. ഈ സിനിമ അത്രയ്ക്ക് പോരാട്ടോ. ഇതിൽ കുറേ കുറവുകളുണ്ട്. പക്ഷേ ഈ സിനിമ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ അവസാനം പറയാം. പക്ഷേ ഇതിൽ ഞാൻ കണ്ടിട്ട് കുറേ കുറവുകളുണ്ട്. ഈ കുറവുകളൊക്കെ നികത്തി ഇവർ നല്ല രീതിയിൽ ഇത് എടുക്കുകയായിരുന്നെങ്കിൽ ഈ സിനിമ ശരിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് മാരീച്ചനുള്ളത്. പക്ഷേ അതങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ പോരായ്മകൾ, ആ കുറവുകൾ എന്താണെന്ന് പറയാം. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ എങ്ങനെ എടുത്താൽ അതൊക്കെ ശരിയാകും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എൻ്റെ അഭിപ്രായമാണത്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ ഇടവേള വരെ ഒരു മെല്ലെ പോക്കാണ്. ഒരു സ്പീഡില്ലാത്ത പോലെ, ഒരു ഇൻട്രസ്റ്റിങ് വരാത്ത പോലെ, ഒരു ത്രില്ലിങ് കിട്ടാത്ത പോലെയാണ് ഈ സിനിമ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കഥാപാത്രം ദയാളൻ, രണ്ടാമത്തെ കഥാപാത്രം വേലായുധം പിള്ള. വേലായുധം പിള്ള വടിവേലുവാണ്. ദയാളൻ അഥവാ ദയ അത് ഫഹദാണ്. ശരിക്ക് ഫഹദിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഫഹദിൻ്റെ സംഭവങ്ങൾ അത്ര പോരാ, ഉള്ളത് പറയാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദയാളൻ കഥാപാത്രത്തെ ഫഹദിന് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന ആൾ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയേ ഫഹദിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ ചെയ്താൽ ഈ രീതിയിലാണെങ്കിൽ അത് ഓവറായി പോകും. പക്ഷെ വേറൊരു രീതിയിലാണെങ്കിൽ അത് നന്നായേനെ, അത് ഞാൻ പറയാം. അപ്പോൾ ഫഹദിൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അത് ടോപ്പ് ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ ഒരു നടനെ കിട്ടുമ്പോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മീഡിയം ലെവലിൽ പോകുന്ന ക്യാരക്ടറായിട്ട് ഒതുക്കി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിനെ നമുക്ക് അത്രയേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതേസമയം ഇതിലെ വേലായുധം പിള്ള, വടിവേലു, ഈ സിനിമയിൽ വടിവേലുവിൻ്റെ ഈ വേലായുധം നല്ല സ്ട്രോങ് ക്യാരക്ടറാണ്. പക്ഷെ അത്ര തന്നെ സ്ട്രോങ് ദയാളന് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അത് സ്ട്രോങ് ആക്കാമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടവേളയ്ക്ക് മുമ്പായിട്ട് ഈ വേലായുധത്തെ വില്ലന്മാർ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. ഒരു 2 ആക്ഷൻ എങ്കിലും ഈ സിനിമയിൽ അവിടെ ഇടവേളയ്ക്ക് മുമ്പായിട്ട് കൊടുക്കാമായിരുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ വേലായുധത്തെ വില്ലന്മാർ നല്ലപോലെ ഇഞ്ചി ചതയ്ക്കുമ്പോൾ അദ്ദേഹം ഒരു പാവം ക്യാരക്ടറാണ് അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം അടി കൊള്ളുന്നത് കണ്ടിട്ട് സന്മനസ്സുള്ള ഈ ദയാളം പോയിട്ട് അവർക്കെതിരെ ഒരു പൊടിച്ച ആക്ഷനിൽ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ആ ഇടവേള വരെ അതൊരു ത്രില്ലിങ്ങും ഒരു ഇൻട്രസ്റ്റിങ്ങും വരും. അങ്ങനെയേ ഇതിലെ ദയാളം കഥാപാത്രത്തെ ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കഥാപാത്രത്തെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവിടെ നല്ല ആക്ഷൻ കൊടുക്കുമ്പോൾ ഈ വില്ലന്മാർ അടി കൊണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടേക്കണം. കാരണം കയ്യിൽ കിട്ടരുത്, കയ്യിൽ കിട്ടിയാൽ കഥ മാറിപ്പോവും. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇടവേള വരെ നമുക്ക് ത്രില്ലിങ് ആകുമായിരുന്നു. ഈ സിനിമയുടെ ആ ഇടവേള എത്തുമ്പോൾ ഇതിൽ എന്തൊക്കെയോ സസ്പെൻസ് ഉണ്ട് എന്നൊരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ കിട്ടുന്ന സൂചനയ്ക്ക് അത്രമാത്രം ഒരു ത്രില്ലിങ് നമുക്ക് അവിടെ വരുന്നില്ല. ശരിക്കും അത് വരുത്താമായിരുന്നു. അത് എവിടെ വരുത്താമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശാന്തമായ രീതിയിൽ വേലായുധം അടി കൊണ്ട് അങ്ങനെ എന്താ പറയുക, ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവിടെ ദയാളൻ സ്ട്രോങ്ങിൽ നിന്നിട്ട് ഇടവേളയുടെ അവിടെ എത്തുമ്പോൾ ആ കൊടുക്കുന്ന ആ സസ്പെൻസിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊരു നല്ല ത്രില്ലിങ് കിട്ടുമായിരുന്നു. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ഇതിലെ വേലായുധൻ ക്യാരക്ടർ വളരെയധികം സ്ട്രോങ്ങിൽ വരുന്നുണ്ട്. അതേപോലെ ഇതിൽ വില്ലന്മാർ കുറച്ച് വളരെ മോശമായ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു മാറ്റർ ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഈ വില്ലന്മാർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ വായിൽ പറയുക മാത്രമേ ഈ സിനിമയിൽ ചെയ്യുന്നുള്ളൂ. അതെന്തേ അങ്ങനെ ചെയ്തത്? അത് എന്തായാലും അത് കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് മോശമായ കാര്യം അങ്ങനെ കാണിക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല. പക്ഷേ ആ വില്ലന്മാർ ചെയ്യുന്ന മോശം കാര്യത്തിൽ ആരാണോ ഇരയാകുന്നത് അവർ അവശ നിലയിൽ കിടക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ബ്ലർ ചെയ്തുകൊണ്ട് അത് കാണിക്കാമായിരുന്നു. അപ്പോഴേ ഉള്ളൂ നമുക്ക്
ആ വില്ലന്മാരുടെ മേലെ പ്രേക്ഷകർക്ക് നല്ലപോലെ അങ്ങോട്ട് ദേഷ്യം വരുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് തോന്നുള്ളൂ. അതേപോലെ നമുക്ക് വേലായുധം ക്യാരക്ടറിൻ്റെ ആ ഒരു കാര്യങ്ങളും നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് അദ്ദേഹം അങ്ങനെ വരണം എന്നുള്ള തോന്നൽ വരുത്തണമെങ്കിൽ വില്ലന്മാർ ചെയ്യുന്ന ആ കാര്യത്തെ ഒന്ന് ബ്ലറായിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ പോലെയെങ്കിലും കാണിക്കാമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഠിന്യം നമുക്ക് പ്രേക്ഷകർക്ക് അവിടെ തോന്നും. അപ്പോൾ അതും ഉണ്ടായില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിലെ പോലീസ്, പോലീസ് കോവൈ സരള ചേച്ചിയാണ് ഇതിൽ പോലീസായിട്ട് വരുന്നത്. ഈ സിനിമയിൽ ഉള്ള കോമഡി പീസുകളെയൊക്കെ തന്നെ സീരിയസ് കഥാപാത്രങ്ങളാക്കിയിരിക്കുകയാണ്. കോവൈ സരള ചേച്ചി സീരിയസ് ആയി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഉണക്ക പോലീസിൻ്റെ ലെവലിലാണ് സിനിമയിൽ അവർ ആ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നത്. അവരും കുറച്ച് ആ ഭാഗത്ത് പവർ കൊടുക്കാമായിരുന്നു. അപ്പം ഇങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങൾ ഈ സിനിമയിലുണ്ട്. ധാരാളം കഥാപാത്രം ഇതിൽ ശരിക്കും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇടവേള വരെ, പക്ഷേ ഇടവേളയ്ക്ക് ശേഷം ഉണ്ട്. പക്ഷേ ആ ചെയ്യുന്നതിൽ വലിയ ഇൻട്രസ്റ്റിങ് നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിങ് വരുമോ എന്ന് ഇവർ കരുതിയിട്ടാണോ ആ ഇടവേള വരെ അങ്ങനെ കൊണ്ടുപോയതെന്ന് അറിയില്ല. അതൊരു സുഖമില്ലാത്ത കാര്യമായിരുന്നു. ശരിക്കും ആക്ഷനിൽ ഇറക്കാൻ ഇവർ മറന്നുപോയി. പക്ഷേ ഈ സിനിമയിൽ ആക്ഷൻ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, ആക്ഷൻ ഉണ്ട്, പക്ഷേ അത്രയ്ക്കൊന്നും പോരാത്. അതേപോലെ തന്നെ വേലായുധത്തെയും ഒന്നുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു ഇടവേളയ്ക്ക് ശേഷം. സ്ട്രോങ് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി സ്ട്രോങ് ആക്കാം. അദ്ദേഹം വളരെ ശാന്തമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്ന് അങ്ങേരെ ഒന്നുകൂടി, അങ്ങേര് കോമഡി പീസായിരിക്കുമ്പോഴൊക്കെ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യില്ലേ, അതില്ലാതെ വളരെ ശാന്തനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മാമന്നനിലെ പോലെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ഈ ക്യാരക്ടറിനെ അത്ര പോരാ, അതൊന്നുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി സൂട്ടാകുമായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറവുകൾ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇടവേള വരെ ഈ സിനിമ മെല്ലെപ്പോക്ക് തന്നെയാണ്, പക്ഷേ ഇടവേളയ്ക്ക് ശേഷം നല്ല സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ സിനിമ മോശം സിനിമയൊന്നുമല്ല, നല്ല സിനിമ തന്നെയാണ്. പക്ഷേ ഇതിനെ ഈ രീതിയിൽ എടുക്കാൻ പറ്റുമായിരുന്നു. അത് ഈ സിനിമയുടെ കഥാകൃത്തായ, ഇതിൻ്റെ ഡയലോഗ് അതേപോലെ തിരക്കഥയൊക്കെ ചെയ്ത വി കൃഷ്ണമൂർത്തി ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ്. അദ്ദേഹം നല്ലൊരു സംഭവം എഴുതിയിട്ട് അത് വേണ്ട രീതിയിൽ തിരക്കഥയിലും ഒക്കെ കൊണ്ടുവന്നില്ല, വേണ്ട രീതിയിൽ ആക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കറാണ്. അദ്ദേഹം അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനത്തെ കുറവുകൾ ഇതിനുണ്ട്. പക്ഷേ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള നല്ലൊരു മാറ്റർ ഈ സിനിമയിൽ ഇടവേളയ്ക്ക് ശേഷം വരുന്നുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വടിവേലും അതേപോലെ ഫഹദിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ. ഫഹദ് ഇത്ര പോരാ, അദ്ദേഹത്തിൻ്റെ ടോപ്പ് ലെവൽ അഭിനയം ഇതിൽ കൊണ്ടുവന്നിട്ടില്ല ഡയറക്ടറും ഈ കഥാകൃത്തും. അത് കൊണ്ടുവരാമായിരുന്നു. അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലാണെന്നറിയാം. ആവേശം സിനിമ അതുപോലെ സൈക്കോ ലെവലിലൊക്കെ അദ്ദേഹം നന്നായിട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറവുകൾ കണ്ടു. എന്നാലും ദയാളൻ കഥാപാത്രം ഇവരുദ്ദേശിച്ച രീതിയിൽ, ആ ശാന്തമായ രീതിയിൽ പോകുന്നത് എങ്ങനെയോ അത് ഫഹദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഇതിൽ ഫാമിലി ആയിട്ട് പോയി കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റാത്ത സംഭവങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഭയങ്കരമായിട്ട് ഇത് എടുത്തിരുന്നെങ്കിൽ ഇതിനെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഇറക്കാമായിരുന്നു.